അത് ഉറപ്പല്ലേ? കാരണം ആ പ്രാഥമിക കുറ്റപത്രം പോലും സമർപ്പിക്കാതെ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ജാമ്യം കിട്ടും. ആ ജാമ്യമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ആ ജാമ്യം കിട്ടാനുള്ള അവസരം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പിന്തുണയോടുകൂടി SIT ചെയ്തു കൊടുത്തിരിക്കുന്നതാണ്. ഇത് ഉത്കണ്ഠപ്പെടുത്തുന്നതാണെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞു. കാരണം ഇനി ഒരു തെളിവുമില്ല. ഇനി ഇവർ പുറത്തിറങ്ങിയാൽ എല്ലാ തെളിവുകളും നശിപ്പിക്കാനുള്ള രാഷ്ട്രീയ പിൻബലമുള്ള ആളുകളാണ് ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നത്. അവർക്ക് ജാമ്യത്തിൽ പുറത്തിറക്കാനുള്ള അവസരമാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ കേസ് എങ്ങും എത്താതെ അവസാനിക്കാനുള്ള സാധ്യതയാണ്. എല്ലാ കേസിന്റെ പ്രസക്തിയും നഷ്ടപ്പെട്ട് തെളിവുകൾ കൂടി ഇനി നശിപ്പിക്കും. അത്രമാത്രം സ്വാധീനമുള്ള ആളുകളാണ് ഇനിയിപ്പോൾ പുറത്തിറങ്ങാൻ പോകുന്നത്. അവരകത്തായിരുന്നപ്പോൾ തെളിവ് ശേഖരിക്കാൻ പറ്റില്ല. ഇനി അവർ പുറത്തായാൽ എന്തെങ്കിലും സാധ്യതകൾ തെളിവിൻ്റെ ഉള്ളത് മുഴുവൻ നശിപ്പിക്കപ്പെടും. ഈ കേസ് എങ്ങും എത്താതെ അവസാനിക്കുമെന്നുള്ള ഭയത്തിലാണ്. ആ ഉത്കണ്ഠ പ്രതിപക്ഷം ഒരു മാസം മുമ്പേ പങ്കുവച്ചതാണ്. ഞങ്ങൾ നിയമസഭയിൽ അതിശക്തമായ സമ്മർദ്ദം ചെലുത്തി. അന്ന് മന്ത്രിമാരൊക്കെ അതും ഇതൊക്കെ പറഞ്ഞു. പക്ഷേ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ്. ആ കേസ് പ്രതികൾ മുഴുവൻ CPM-മായി ബന്ധപ്പെട്ടവരാണ്. ഇനി അറസ്റ്റ് ചെയ്യപ്പെടേണ്ടവരിലേക്ക് പോയില്ലല്ലോ. പിന്നെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടവരിലേക്ക് ആ കേസ് പോയില്ലല്ലോ. അവരെയെല്ലാം രക്ഷിക്കാൻ ഇപ്പോൾ ഉള്ളവരെ രക്ഷിച്ചാലേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവർ പുറത്ത് കാര്യങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ പുറത്ത് നിൽക്കുന്നവർ കൂടി പ്രതികളാവും. അതുകൊണ്ട് അകത്തുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ പരിണതഫലമാണ്. തീർച്ചയായിട്ടും. കാരണം കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷെ 90 ദിവസത്തിനുള്ളിൽ അവർക്കൊരു പ്രാഥമിക കുറ്റപത്രം കൊടുക്കാമായിരുന്നു. മുഴുവൻ കുറ്റപത്രം വേണ്ട. 90 ദിവസത്തിനുള്ളിൽ ഒരു പ്രാഥമിക കുറ്റപത്രം കൊടുത്തു. അതിൻ്റെ ഇടയിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തു. ആ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് എന്തിനാണെന്ന് പോലും പറഞ്ഞില്ല. തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് കാരണത്തിൻ്റെ പുറത്താണ് അറസ്റ്റ് ചെയ്തത്, എന്ത് കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തത് എന്ന് പൊതുസമൂഹത്തോട് പറയേണ്ട ബാധ്യത SITക്ക് ഉണ്ടെന്ന് ഞാൻ ജനുവരി 11 തന്നെ പറഞ്ഞാണ്. ഒന്നും പറഞ്ഞില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് തെളിവിൻ്റെ കണിക പോലും അദ്ദേഹത്തിനെതിരെ ഇല്ല എന്ന് കോടതി പറയാണ്. അല്ലല്ല, ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് SITയുടെ പ്രസക്തി നഷ്ടപ്പെടുകയാണ് ഉറപ്പായിട്ട്. ഞങ്ങൾക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കാരുത്. ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഫയലുകളെല്ലാം ദേവസ്വം ബോർഡിൽ കാണാതായിരിക്കുകയാണ്. ഫയലുകൾ കണ്ടെത്താൻ കഴിയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, എത്ര വർഷമായി സംഭവം തുടങ്ങിയിട്ട്? ഇതിൽ CPM നവോത്ഥാനം ഉണ്ടാക്കാൻ പോയി, ഇതെല്ലാം പറഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറിയതിട്ടും എത്രയോ വർഷമായി. അവർ മാപ്പ് പറഞ്ഞ് പിന്മാറിയതാണ്. എന്നിട്ടും സുപ്രീം കോടതിയിൽ എന്തുകൊണ്ടൊരു സത്യവാങ്മൂലം സമർപ്പിച്ചില്ല? ഇപ്പോൾ ദേവസ്വം ബോർഡാണ് തീരുമാനമെടുത്തിരിക്കുന്നത്, പാർട്ടി തീരുമാനമെടുത്തില്ല. ഗവൺമെൻറ് ആണല്ലോ അഫിഡവിറ്റ് കൊടുക്കേണ്ടത്. ഗവൺമെൻറ് അത് കൊടുക്കാതെ മനഃപൂർവ്വമായിട്ട് വൈകിപ്പിക്കുകയാണ്. ഇപ്പോൾ നവോത്ഥാനം ആണോയെന്ന് ചോദിച്ചാൽ അതുമല്ല, സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമാണോയെന്ന് വെച്ചാൽ അതുമല്ല. അമ്മാത്തുനിന്ന് പുറപ്പെട്ടു ഇല്ലത്തെ എത്തിയിട്ടില്ല എന്ന് പറയുമല്ലോ പണ്ട്. അതേപോലെയാണ് ഗവൺമെന്റിന്റെ സ്ഥിതി ഇക്കാര്യത്തിൽ. അതൊക്കെ സമയത്ത് ഇറങ്ങും. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലെ ഒരു അനിശ്ചിതത്വമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളത് മാറ്റിവെച്ചത്. ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയോ ചെയ്താൽ 24 48 മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പറ്റും. ദേവസ്വം ബോർഡിന്റെ യുവതീ പ്രവേശന വിഷയം നേരത്തെ അവരുടെ അതേ നിലപാട് തന്നെയാണ്. പക്ഷെ സർക്കാരല്ലേ നിലപാട് മാറ്റിയത്? ആ നിലപാട് ഇപ്പോഴും അതേപോലെ നിൽക്കുകയല്ലേ? സർക്കാർ പറയണമല്ലോ. സർക്കാർ അഫിഡവിറ്റ് കൊടുത്താലല്ലേ ഔദ്യോഗികമാവുള്ളൂ. അഫിഡവിറ്റ് തിരുത്തി കൊടുക്കണ്ടേ? ആ അഫിഡവിറ്റ് തിരുത്തി കൊടുക്കാൻ ഗവൺമെന്റ് ഇതുവരെ തയ്യാറായിട്ടില്ല. അത് ചെയ്യട്ടെ, ചെയ്യുമ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റും. അല്ല, CPM ശിഥിലീകരിക്കപ്പെടുകയാണ്. LDFും ഞാനത് നേരത്തെ പറഞ്ഞതാണ്. ടീം UDF ആയി UDF ഇങ്ങനെ നിൽക്കുമ്പോൾ LDF ശിഥിലീകരിക്കപ്പെടുകയാണ്. CPMൽ ഞാൻ എൻ്റെ ചരിത്രത്തിലില്ലാത്ത രീതിയിലാണ് ഈ പുതുയുഗ യാത്രയിൽ നിരവധി സ്ഥലത്ത് CPM ലോക്കൽ നേതാക്കന്മാർ മെമ്പർഷിപ്പ് എടുക്കുകയാണ്. കോൺഗ്രസിലും മറ്റു പാർട്ടികൾ RSPയിൽ എല്ലാം മെമ്പർഷിപ്പ് എടുത്ത് വരികയാണ്. ഈ CPMകാർ ഒരു കാലത്തും കാണാത്ത ഒരു രീതിയാണ്. CPM ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ശിഥിലീകരിക്കപ്പെടുകയാണ്. ഒരു സംശയവും വേണ്ട. അതേ UDFിലേക്ക് വന്നല്ലോ. അതേ UDFിൽ വന്ന് ഞങ്ങൾ സ്വീകരിച്ചല്ലോ പാലക്കാട് സുരേഷിനെ. അതിനെന്താ പ്രശ്നം? ഔദ്യോഗികമായി സ്വീകരിച്ചല്ലോ. ഞാനല്ലേ സ്വീകരിച്ചത് പാലക്കാട് വെച്ചിട്ട്. അത് വരട്ടെ, അത് നമ്മൾ ഉചിതമായ സമയത്ത് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാം. ആരോഗ്യരംഗം 1.5 കൊല്ലം മുമ്പ് ഞങ്ങളാണ് പറഞ്ഞത് ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ്. ഇപ്പോൾ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണോ മോർച്ചറിയിലാണോ എന്നുള്ള കാര്യത്തിലേ സംശയമുള്ളൂ.
അതേപോലെ കിടക്കുകയാണ്, തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഈ ഡോക്ടർമാരുടെ സമരം അതൊക്കെ ചർച്ച ചെയ്ത് തീർക്കേണ്ട എത്രയോ നാൾ മുമ്പ് അവർ പ്രഖ്യാപിച്ചാണ്. അവരോട് മര്യാദയ്ക്ക് ഇരുന്ന് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് സംസാരിച്ച് തീർക്കണ്ടേ? ഡോക്ടർമാരെയും നഴ്സുമാരെയൊക്കെ കേരളത്തിൽ ഈ സമരത്തിലും കൂടി ഇറക്കിയ ഈ പൊതു ആരോഗ്യ രംഗത്ത് എന്തായിരിക്കും സ്ഥിതി? അവർ നിവൃത്തിയില്ലാത്തതുകൊണ്ട് സമരത്തിൽ ഇറങ്ങണമല്ലേ? മര്യാദയ്ക്ക് ഒരു ചർച്ച പോലും നടന്നിട്ടില്ലല്ലോ അവരുമായിട്ട്. അവർ നേരത്തെയും കോളർ ഇട്ടിട്ടുണ്ടായിരുന്നു. നേരത്തെയും പണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കോളർ ഇട്ടിട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇടുന്ന പ്രത്യേക കോളറാണെന്ന് അന്വേഷിച്ചാൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.